ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റു. അപ്പോൾ അമ്മു, അഞ്ചു എല്ലാവരും പോയി, സേതു കുഞ്ഞുങ്ങളെല്ലാവരും പോയി ഒരുങ്ങാനൊക്കെ ചേച്ചിയുടെ വീട്ടിലേക്ക്. അമ്മു ബ്യൂട്ടീഷ്യനിലാണ്, പാർലറിലേക്കായിട്ട് പോയത്. പിന്നെ ഞാൻ കുറേ നേരം കിടന്ന് ഉറങ്ങി. പിന്നെ എഴുന്നേറ്റ് കുളിച്ച് റെഡി ആവാമെന്നൊക്കെ ഒരു പ്ലാൻ ഇട്ടു. അപ്പോൾ അമ്മയും ഫ്രഷായിട്ട് വന്നു. അങ്ങനെ അമ്മ എന്തൊക്കെയോ തപ്പിക്കൊണ്ടിരിക്കണമായിരുന്നു അതിൻ്റെ ഇതിൻ്റെ. അപ്പം ഞാനങ്ങനെ കുളിച്ച് ഫ്രഷായി ഇതാണ് എൻ്റെ ഒരുങ്ങിയതുള്ള ഒരു മേക്കപ്പ്. പിന്നെ അമ്മയെ ഒരുങ്ങി സുന്ദരിക്കുട്ടിയായി. അങ്ങനെ ഈ മാല ഉർവശിയിൽ നിന്ന് മേടിച്ചാൽ കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായത്. അമ്മ ഇല്ല, പറ്റത്തില്ല, കൊള്ളൂല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ താഴേക്ക് പോയപ്പോൾ അമ്മൂച്ചി, അതായത് നമ്മളുടെ എൻഗേജ്മെൻറ്റ് കുട്ടി റെഡിയായിട്ട് വന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അമ്മുവിൻ്റെ എന്താ പറയുക, ലുക്ക് തന്നെ ഭയങ്കര വ്യത്യാസമാക്കി. അടിപൊളിയാണ്. പുള്ളിക്കാരത്തി കാണാനും ഒരു നല്ല മേക്കപ്പ് ചെയ്ത ആ ചേച്ചി, മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ചെയ്തത്. നമ്മുടെ പാലാരിവട്ടത്താണ് ഇവർ പോയത്. പിന്നെ ആ ബ്ലൗസൊക്കെ അമ്മു തന്നെയാണ് വർക്ക് ചെയ്തത്. അമ്മു ആണ് എല്ലാം വർക്കൊക്കെ ചെയ്ത ബ്ലൗസിലൊക്കെ. പിന്നെ അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു അവളെ കാണാനും. പിന്നെ അമ്മ അവൾക്ക് വാരി തരുമായിരുന്നു ഫുഡ്. കഴിച്ചൊന്നുമില്ല കേട്ടോ. പിന്നെ അങ്ങനെ ഫോട്ടോഗ്രാഫർ വന്നു. അങ്ങനെ ഫോട്ടോവും കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ സ്റ്റാർട്ടാവാറായി. അങ്ങനെ അവർ സെറ്റാക്കുക. പിന്നെ അച്ഛമ്മയും അമ്മമ്മയും കൂടിയിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുക്കുക, ഫോട്ടോഷൂട്ടാണ് നടക്കുന്നത്. പിന്നെ എൻ്റെ അമ്മയും എൻ്റെ വല്യമ്മയാണിത്, അമ്മുവിൻ്റെ അമ്മ. അപ്പോൾ അവർ രണ്ടുപേരും ഫോട്ടോഷൂട്ടിന് വേണ്ടി പോസും കാര്യങ്ങളൊക്കെ എടുക്കുക, ചിരിക്കാൻ പറയുന്നു. അങ്ങനെ ഇങ്ങനെയൊക്കെ ചെറിയ കോമഡി രീതിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ഇത് അമ്മുവിൻ്റെ അച്ഛൻ. അങ്ങനെ ഫുൾ അവരുടെ ഫാമിലി ഫോട്ടോ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കുറച്ച് കോമഡി അടക്കം നടന്നു. അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോ എടുത്ത് വല്യച്ഛൻ ചോദിച്ചു, ഇത് ആരുടെ കല്യാണം ശരിക്കും, ഞങ്ങളുടെ ആണോ കൊച്ചിൻ്റെ ആണോ എന്നൊക്കെ. അങ്ങനെ കളിയാക്കാനൊക്കെ തുടങ്ങി അവിടെ കമൻസൊക്കെ. അങ്ങനെ അഞ്ചു ആണ്, അതായത് അമ്മുവിൻ്റെ അനിയത്തിയാണ് അഞ്ചു. അവൾ എൻ്റെ ചേച്ചിയാണ് പുള്ളിക്കാരത്തേക്ക് ഒരുക്കി തന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. രണ്ടുപേരും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവർ രണ്ടുപേരുടെ മേക്കപ്പ് ആയാലും ഹെയർ സ്റ്റൈലായാലും നല്ല അടിപൊളിയാണ്. പിന്നെ അവർ 4 പേരുടെ ഒരു പിക്ക് എടുത്ത് അമ്മയുടെ അച്ഛൻ്റെയും അനിയത്തിയുടെ കൂടെയൊക്കെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ ആയിരുന്നു അവിടെ ഒരു ചെറിയ കമൻ്റൊക്കെ അടിക്കുകയാണ്, അമ്മേനെ നോക്കൂ, അമ്മേനെ ചിരിച്ച് നോക്കൂ. അപ്പോൾ അക്ക പറഞ്ഞു, എന്നെ മാത്രം എന്താ ഈ പറയുന്നതൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ എന്നൊക്കെ ചിരിക്കാനൊക്കെ പറയും. പക്ഷേ ചിരി ഭയങ്കരമായിട്ട് ഇതായിരുന്നു. അപ്പം അങ്ങനെ ഫോട്ടോ സെക്ഷനൊക്കെ കഴിയാറായി. പിന്നെ അങ്ങനെ അതായത് ബിന്ദു അക്കയും കുട്ടി അക്കയുടെയും കൂടെ, അതായത് ചേർത്തലെ ഫാമിലികളുടെ ചേച്ചിമാരായിട്ട് അവരുടെ കസിൻസാണ് ഇതൊക്കെ. പിന്നെ അവരുടെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞു. പിന്നെ മാമനും മാമിയായിട്ടുള്ള ഫോട്ടോഷൂട്ടാണ് നടക്കുന്നത്. അതായത് അമ്മുവിൻ്റെ മാമനും മാമിയാണ് അവർ. അപ്പോൾ അവരുടെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. പിന്നെ മാമൻ്റെ 2 മക്കളും 5 ആയിട്ടുള്ള പിക്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാം കസിൻസായിട്ട്, അതായത് അവിടെ വീട്ടിൽ ആരൊക്കെയുള്ള എല്ലാവരുമായിട്ട് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ഇറങ്ങാൻ സമയം ഇപ്പം എല്ലാവരുടെയും കാല് തൊട്ട് ചെയ്യുവാണ് അമ്മു. അപ്പോൾ അങ്ങനെ വേഗം ചെയ്യുവാണ്. അപ്പോൾ അങ്ങനെ അമ്മു മാമൻ്റെയും മാമിയുടെ ഒക്കെ കാല് തൊട്ട് ചെയ്യുവാണ്. അപ്പോൾ അങ്ങനെ ഓരോരോ ആൾക്കാർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഏകദേശം ഞങ്ങൾ ഇറങ്ങാനൊക്കെ ആയി കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ശൈലമ്മയുടെയും കാലൊക്കെ തൊട്ട് അനുഗ്രഹം മേടിക്കണതാണ് അമ്മു. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അങ്ങനെ ഹോളെത്തി. നമ്മുടെ ഇതാണ് മെയിൻ ഉള്ള ഒരു എൻട്രി, കാവ്യൻ ആദർശ്, ഇതാണ് ഹോള് നമ്മുടെ. അപ്പോൾ വെൽക്കം ഡ്രിങ്കൊക്കെ സ്റ്റാർട്ടാക്കാൻ തുടങ്ങി അവിടെ. അപ്പോൾ അടിപൊളിയായിരുന്നു അവിടുത്തെ, എന്താ പറയുക, ഡെക്കറേഷൻ ആയാലും എല്ലാം അടിപൊളിയാണെന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു. അപ്പോൾ ആദർശിന് എൻട്രൻസ് തുടങ്ങി. അവരൊക്കെ വന്നു അവിടെ. അപ്പോൾ ആദർശിൻ്റെ അമ്മയാണത്, ഓറഞ്ചും റെഡും ഇട്ടിരിക്കുന്ന സാരി. പിന്നെ ചേട്ടൻ്റെ വൈഫ്. അപ്പോൾ പ്രെയറൊക്കെ തുടങ്ങി. അങ്ങനെ കഴിഞ്ഞു അതൊക്കെ. പിന്നെ എന്താ റിങ്ങല്ലല്ലോ, ചന്ദനം തൊടുവാൻ തോന്നുന്നു. ചന്ദനമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തൊടാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 2 ചന്ദനമൊക്കെ തൊട്ട് ഇതാക്കുക. പിന്നെ അതേ റിങ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സമയമായി. അപ്പോൾ അമ്മു ആദർശ റിങ് ഇടുകയാണ്. പിന്നെ അത് കഴിഞ്ഞ ശേഷം ആദർശ അമ്മുവിന് റിങ് ഇടുക. അങ്ങനെ നല്ലൊരു ചടങ്ങ് നല്ല രീതിക്ക് നടന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ ശേഷം കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കേക്കൊക്കെ കട്ട് ചെയ്ത്, അപ്പോൾ എന്താ പറയുക, 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊടുക്കണമല്ലോ. അപ്പം അങ്ങനെ ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഡാൻസ് വീഡിയോ ആണ്.
അപ്പോൾ ഇത്രയുള്ള വീഡിയോ, ഇതാണ് ഞങ്ങളുടെ ഫാമിലി. അപ്പോൾ ബൈ, ഗുഡ് നൈറ്റ്.